ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം തുടരും. 11 പ്രതികളും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയിൽ പ്രതികൾ അപേക്ഷ നൽകി. മാനസികാരോഗ്യനില പരിശോധിച്ച റിപ്പോർട്ട് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇതിൽ ഒരു വിധി പറയുന്ന ഘട്ടത്തിലേക്ക് നടപടിക്രമങ്ങൾ എത്തിയിട്ടുണ്ടോ? നാളെ വാദം തുടരുകയാണോ അതോ കോടതി ഒരു ഉത്തരവ് പറയുമോ? ഇന്ന് ഈ അവസാനിപ്പിച്ച ഘട്ടം ആ ഒരു ഇത് കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു സാധ്യതയുണ്ട്, വിധി പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഈ പ്രതികൾ ഓരോരുത്തരും ഇന്ന് തങ്ങളുടെ ഭാഗം എന്താണ് പറയാനുള്ളത് എന്ന് കോടതി അറിയിച്ചിട്ടേ ഉള്ളൂ. ഇനി അതിന്മേൽ കോടതിക്ക് ഉത്തരവിടാൻ എന്ത് ശിക്ഷ നൽകണം ഇവർക്ക് എന്ന് ഉത്തരവിടാനുള്ള ഒരു സാഹചര്യം വേണം. ശേഷം ഇവരുടെ അഭിഭാഷകർക്ക് ഈ വിഷയത്തിൽ കോടതി മുൻപാകെ കുറഞ്ഞ ശിക്ഷ വിധിക്കണം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയും കൂടിയ ശിക്ഷ നൽകണം എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ശിക്ഷയിന്മേൽ ഒരു വാദം അതുകൂടി നടക്കേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കി നാളെ തന്നെ വിധി പറയുക എന്നുള്ളത് സാങ്കേതികമായി നടക്കാൻ സാധ്യത തീരെ കുറവാണ്. പക്ഷെ നടന്നുകൂടാ എന്നുമില്ല. ഇന്നിപ്പോൾ കോടതി മുൻപാകെ നടന്ന കാര്യങ്ങൾ ഈ പ്രതികൾ തങ്ങളുടെ ഭാഗം വിശദീകരിക്കുക എന്നുള്ളതാണ്. നിരപരാധികളാണ് എന്ന് പ്രധാനമായും പ്രതികൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെയായിരുന്നു സി മനോജിന്റെയും അതോടൊപ്പം തന്നെ ശരി ശ്രീകാന്ത്, എന്തായാലും മുഴുവൻ പ്രതികളും അവരുടെ കുടുംബ പശ്ചാത്തലവും മാതാപിതാക്കൾ ഉണ്ട്, അവരെ നോക്കേണ്ടതുണ്ട്, കുടുംബമുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഇളവ് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ശിക്ഷ കൂട്ടണമെന്നതാണ് ഹർജിയിലെ ആവശ്യം. അതിന്മേൽ കോടതി ഒരുപക്ഷേ നാളെ വിധി പറഞ്ഞേക്കും. നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. അത് പൂർത്തിയാക്കിയാൽ ഒരുപക്ഷേ നാളെ കോടതി വിധി പറയും, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുമെന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.